ദുബായിലെ ജോബ് വേക്കൻസികളെ കുറിച്ച് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനിങ്ങനെ ഓടിച്ചാടി വർക്ക് ചെയ്യുന്ന കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറെ ബാംഗ്ലൂർ ജോബ് ഓപ്പണിങ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി അതുകൊണ്ടാണോ എന്നും കൂടി എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടാളും ഈ ജോബിന്റെ കാര്യങ്ങളോ ഒന്നും അറിയാണ്ടാണ് ദുബായിലോട്ട് വന്നത്. ഇത്രയും DMസിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓപ്ഷൻ കൊടുത്തായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്ത് ബേസിസിലാണ് വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു ATS റെസ്യൂം, പിന്നെ ഇവിടെ എങ്ങനെ എത്തണം, ദുബായിൽ എത്തി എങ്ങനെ ജോലി അന്വേഷിക്കണം, ഇതിനെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്യാനാണ് ആൾക്കാർ ആവശ്യപ്പെട്ടത്. ഹുക്കും ഞാനത് ചെയ്തിരിക്കും. ആൻഡ് അത് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് മനസ്സിലാകുകയും ചെയ്യും. നിങ്ങളും ദുബായ് സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, യൂസ്ഫുൾ ആവും. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടു റോയൽ മന്തി ആൻഡ് ഗ്രിൽ. ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. തിരിച്ച് വീട്ടിലോട്ട് പോണ വഴിക്ക് തോന്നിയൊരു തോന്നലങ്ങ് ഇറങ്ങി വന്നതാണ്. ആൻഡ് ലിജോയുടെ യൂണിഫോം ടീഷർട്ടാണ് കേട്ടോ. പാവം വന്ന വഴിക്ക് ഞങ്ങൾ അങ്ങ് വലിച്ചെടുത്തോണ്ട് വന്നതാണ് ലിജോ. ചെന്നപ്പോൾ തന്നെ നല്ല തണുത്ത സൂപ്പ് തന്നായിരുന്നു. ഇതാണ് ബിനീഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ, എൻ്റെ വീഡിയോസ് കണ്ട് പരിചയം വന്ന് കാണും. എൻ്റെ മുടി പിന്നെ പറയണ്ടല്ലോ, എങ്ങനെയൊക്കെ വെച്ചാലും നിൽക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ ആക്കി അവിടെ ഇരുന്നു. ആൻഡ് ലിജോ ഒട്ടും ഐഡിയ ഉണ്ടായില്ല വരാൻ. അതുകൊണ്ട് പുള്ളിക്ക് ടീഷർട്ട് പോലും മാറാനുള്ള സമയം ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ പിന്നെ ചിക്കൻ മന്തിയും പിന്നെ ബീഫിൻ്റെ ഒരു ക്വാർട്ടർ പ്ലേറ്റും കൂടി ഓർഡർ ചെയ്തു. ഫുള്ളായിട്ടൊക്കെ കഴിച്ച് ഡംപ്ലിങ്സും ഒരു ചായയും കൂടി കുടിച്ച് നേരെ വീട്ടിലോട്ട്. ഗുഡ് നൈറ്റ്.